റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം വളരെ പിന്നോക്കമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ RTOയും പോലീസുമെല്ലാം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബോധവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡ് ആക്സിഡൻറ്റ് ആക്ഷൻ ഫോറം അവർ സംസ്ഥാന വ്യാപകമായി ഒട്ടേറെ ബോധവൽക്കരണ ലഘുലേഖ വിതരണം എല്ലാം നടത്തുന്നുണ്ടെങ്കിലും ഇന്നും ഈ പാണ്ടിക്കാട് ഇപ്പോൾ കുറച്ച് നേരത്തെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റ് വർദ്ധിക്കുന്നതിൻ്റെ കാരണം അത് തടയാനുള്ള മാർഗം എന്താണ്? അക്കാര്യത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ ജോയിൻ്റ് RTO നില 24 ലൈവ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നിയമങ്ങൾ പാലിക്കുക എന്നുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കണം നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ. നിയമം ലംഘിക്കുക എന്നുള്ള ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുത്ത് നടക്കുന്ന ആൾക്കാരാണ്. ഇത് നിയമം പാലിക്കുക എന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രവൃത്തിയാണ്. പണ്ടൊക്കെ ആൾക്കാർ സിഗരറ്റ് വലിക്കലൊക്കെ വലിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് അത് അങ്ങനെ ആ ഒരു പ്രവൃത്തിയില്ല. അതേപോലെ റോഡ് സുരക്ഷ നമ്മുടെ സുരക്ഷയാണെന്നും ഞാൻ മൂലം വേറൊരാൾക്ക് അപകടം ഉണ്ടാവില്ല, ഒരാളുടെ മരണം ഞാൻ മൂലം സംഭവിക്കില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ അപകടങ്ങളും മരണങ്ങളും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ബോധവൽക്കരണമാണ് ഏറ്റവും വലിയൊരു ഉപാധി. അതിന് ജനങ്ങളും ഇങ്ങനെയുള്ള സന്നദ്ധങ്ങളും ശരിക്കും ഉറപ്പിട്ട് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏതായാലും ഈ റാഫ് സംഘടന നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും അവർ ഈ ഇറക്കിയിരിക്കുന്ന ലഘുലേഖ വിതരണം നടത്തുമെന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. റോഡ് സുരക്ഷയിൽ നിങ്ങൾ എടുക്കുന്ന ഈ എഫേർട്ട് വലിയൊരു ബോധവൽക്കരണ പ്രക്രിയയായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.